ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 58-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 62 തുടങ്ങി 70 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് നജ്റാനിൽ നിന്നുള്ള ഒരു നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിട്ട് വന്നു. ആ സമയത്ത് ഹിജ്റ 9-ാം വർഷത്തിലായിരുന്നു അത്. ആ സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതരിച്ച ആയത്തുകളൊക്കെയാണിത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നജ്റാനിൽ നിന്നും 60 പേരടങ്ങുന്ന ഒരു നിവേദക സംഘമാണ് വന്നത്. ഈ 60 പേരിൽ 12 പേര് അതിൽ ഭയങ്കര പ്രമുഖന്മാരായിരുന്നു. അതിൽ 3 പേരായിരുന്നു നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. അവർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരണം, ക്രിസ്ത്യാനിയാക്കണം, അല്ലെങ്കിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവണം, എന്തെങ്കിലും കാര്യത്തിൽ ഒരു കരാറൊക്കെ വെച്ചിട്ട് പോകണം എന്നൊക്കെയുള്ളൊരു അഭിപ്രായത്തിലാണ്, ഉദ്ദേശത്തിലാണ് ഇവർ വന്നത്. അപ്പോൾ ഈ 3 നേതാക്കളിൽ ഒരാൾ ലീഡറാണ്. അദ്ദേഹം രാജകുടുംബാംഗമാണ്. ആളുടെ പേര് അബ്ദുൽ മസീദ് എന്നാണ്. പിന്നെ ഒരാൾ ഇവരുടെ നേതാവ്, ഉപദേഷ്ടാവ്, ഒത്തിരി പ്രായം ചെന്ന ഒരു കാരണവരായിരുന്നു അവരുടെ. ഐഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സയ്യിദ് എന്നാണ് ഇവർ വിളിച്ചിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബിഷപ്പാണ്. അദ്ദേഹം ഒരു അറബി ആയിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ അറിയണ ഒരാളായിരുന്നു. അബൂ ഹാരിസ എന്നാണ് ആളുടെ പേര്. ഈ അറബി ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് നജ്റാനിൽ എത്തിയതാണ്. അപ്പം അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം അവരുടെ ഇടയിൽ ഭയങ്കര സ്ഥാനം ഉള്ള ഒരാളായിരുന്നു ഈ ബിഷപ്പ്. അപ്പോൾ ഇവരാണ് ഇവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അസർ നിസ്കരിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് മദീന പള്ളിയിലോട്ട് വരുന്നത്. അപ്പോൾ നബി വളരെ മര്യാദപൂർവ്വമാണ് ഇവരെ സ്വീകരിച്ചത്. അങ്ങനെ ഇവർക്ക് പ്രാർത്ഥനയുടെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ തന്നെ അവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കിബില അങ്ങനെയായിരുന്നു, കിഴക്കോട്ട് തിരിഞ്ഞിട്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അവർ 2-3 ദിവസം അവിടെ താമസിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങളും ഇപ്പം മുമ്പ് നമ്മൾ വിവരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഈസാ നബീനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ പറഞ്ഞത്. അപ്പോൾ ഈസാ നബിയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവർ പറയണെന്താ, പിതാവില്ലാണ്ട് ജനിച്ചത് കൊണ്ട് ഒരു പ്രത്യേക ജനന അല്ലേ, അപ്പം അത് ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണെന്നൊക്കെയാണ് ഇവർ വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അള്ളാഹു കൃത്യമായി അതിൻ്റെ സംഭവങ്ങളൊക്കെ, എങ്ങനെയാണ് ഈസാ നബി ജനിച്ചത്, പിന്നെ ഈസാ നബി വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതല്ലേ, ഞാൻ റസൂലാണെന്ന് പറഞ്ഞു, അതിനുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു ഞാൻ വന്നത് തൗറാത്തിനെ സത്യപ്പെടുത്താനും പിന്നെന്താണ് അതിനെ പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇവർക്ക് കുറച്ച് ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈസാ നബി മുഖേന അള്ളാഹു ഹലാലാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടും ഇവരിൽ അവിശ്വാസമൊക്കെ കണ്ടപ്പോൾ ഈസാ നബി ചോദിച്ചു ആരുണ്ട് എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ 12 പേരാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോസ്തലന്മാർ അല്ലേ, നബിയുടെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്ന. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരായിട്ട് 12 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞെന്താ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇവർ വിചാരിച്ച രീതിയിലൊന്നും ഈസാ നബീനെ കിട്ടാണ്ടായപ്പോൾ ഇവർ ഈസാ നബീനെ കൊല്ലാൻ തീരുമാനിച്ചു. അതൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഈ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്, ഈസാ നബീനെ ആരും കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല, കുരിശിലേറ്റിയിട്ടൊന്നുമില്ല, അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോയിരിക്കുകയാണെന്ന് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ തെളിവുകളോടെ അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ ഇവർ കൂട്ടാക്കിയില്ല. അപ്പോൾ അള്ളാഹു എന്നെ പറഞ്ഞു ഇവരെ ഒരു മുബാഹലയ്ക്ക് വിളിക്കാൻ. മുബാഹല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാപപ്രാർത്ഥന എന്നാണ്. അതായത് വിശ്വാസികളും തമ്മിലുള്ള ഒരു അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് അവരുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും, അതായത് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേരും വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവരും ഏകദൈവ വിശ്വാസികളാണല്ലേ, ഈ യഹൂദികളായാലും ശരി ക്രിസ്ത്യാനികളായാലും ശരി ഏകദൈവ വിശ്വാസികളാണ്. അപ്പോൾ ഈ 2 കൂട്ടരും തമ്മിൽ പ്രാർത്ഥിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും ഭാര്യമാരെയും കൊണ്ടുവരൂ, ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവരെ മുബാഹലയ്ക്ക് വിളിച്ചു. അള്ളാഹു എന്തിനാണ് അങ്ങനെ വിളിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ മനസ്സിലാവണം ഇവർ പറയുന്ന കാര്യത്തിൽ ഇവർക്ക് ഉറപ്പില്ല എന്ന്. കാരണം ഇവർ പറയുന്ന കാര്യത്തിൽ ഇവർക്ക് ഉറപ്പുണ്ട്, എന്താണ് യേശു ദൈവമാണ് അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇവർ ധൈര്യസമേതം ഈ ഒരു ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇവർക്ക് തന്നെ ബോധ്യമാവണം, പിന്നെ ഇത് കണ്ടുകൊണ്ട് ഇരിക്കണ ബാക്കിയുള്ള ആളുകൾക്കും ഇത് മനസ്സിലാവണം ഇവർ പറയണ കാര്യത്തിൽ ഇവർക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യം. അപ്പം അതിനു വേണ്ടിയാണ് അള്ളാഹു ഇവരെ വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബാംഗങ്ങളും ഒക്കെ വന്നു. പക്ഷേ ഇവരാരും വന്നില്ല. ഇവർ ആദ്യം പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഇവരുടെ സംഘത്തിലുള്ള കുറച്ച് പേര് ഇതിന് മുബാഹലയ്ക്ക് പോകാമെന്ന് ഇവരുടെ നേതാക്കന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഈ അബൂ ഹാരിസ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു വേണ്ട, കാരണം അദ്ദേഹം പ്രവാചകനാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അബൂ ഹാരിസയ്ക്ക് നേരത്തെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അല്ലമീനാണെന്നും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവരുടെ വേദഗ്രന്ഥത്തിൽ വ്യക്തമായി അറിയാവുന്ന കാര്യം നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, സൊഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ഒരു പണ്ഡിതനായിരുന്നു, ജൂത പണ്ഡിതനായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് ഉപ്പയും എളാപ്പയും തമ്മിലുള്ളൊരു സംസാരം നമ്മൾ മുമ്പ് പറയുന്നുണ്ടായിരുന്നു. ഈ എളാപ്പ വന്ന് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഈ മുഹമ്മദ്, നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രവാചകൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ വാപ്പ പറഞ്ഞു കൊടുക്കണം അതെ അദ്ദേഹം തന്നെയാണ്, പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ ഈ എളാപ്പ ചോദിക്കും, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കല്ലേ എന്ന് വെച്ചപ്പോൾ ഒരിക്കലും വിശ്വസിക്കൂല. കാരണം അവൻ അറബികളിൽ പെട്ട ആളായിപ്പോയി, നമ്മളുടെ ജൂതന്മാരിൽ പെട്ട ആളല്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ ഈ ശാപപ്രാർത്ഥനയ്ക്ക് വരാൻ ധൈര്യമില്ല. കാരണം ഒരു പ്രവാചകൻ്റെ കൂടെ ശാപപ്രാർത്ഥനയ്ക്ക് വന്നാൽ ഇവരാകെ നശിച്ചു പോകുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് അവർ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാണ്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുറച്ച് കരാറിലൊക്കെ ഏർപ്പെട്ടു. ഞങ്ങൾ നബിക്ക് കപ്പം കൊടുത്തോളാം, ടാക്സ് അടച്ചോളാം എന്ന് പറഞ്ഞു. ഇവരുടെ കീഴിൽ ഇവർക്ക് സുഖമായിട്ട് നിൽക്കാം, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിൽ ഇവരുടെ മത സ്വാതന്ത്ര്യം അവർക്ക് നൽകി, അവരുടെ മതം അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള ഇതൊക്കെ നൽകി. അപ്പോൾ ഭരണകൂടത്തിന് കൊടുക്കുന്ന നികുതിയാണ് ഈ ജിസിയ എന്ന് പറയണത്. അപ്പോൾ എന്തിനാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കണ ഒരു കപ്പമാണത്, ടാക്സ് ആണത്. അപ്പോൾ അതൊക്കെ കൊടുക്കാമെന്ന് ഇവർ തീരുമാനമായി. പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യം 1000 പേർക്കുള്ള ഡ്രസ്സുകൾ ഇവർ എത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ, പിന്നെ ഒരുപാട് കരാറുകൾ ഉണ്ടെന്ന് പറയണതിൽ. അപ്പോൾ ഇവർക്ക് ഉള്ള കരാർ ഇതാണ്, ഇവരുടെ മതം അനുസരിച്ച് ഇവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. മദീനയ്ക്കെതിരെ ആയിട്ട് ഇവർ ഒന്നിലോട്ടും മദീനയ്ക്കെതിരെ യുദ്ധത്തിനൊന്നും വരാൻ പാടില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെ കൊല്ലത്തിൽ 2 പ്രാവശ്യം 1000 പേർക്കുള്ള വസ്ത്രം എത്തിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു നേതാവിനെ, ഒരു ഗവർണറെ നിയോഗിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അധികാരം മോഹിച്ചൊരു സമയം ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു. കാരണം ഇവരുടെ ലീഡറായിട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പ്രതിനിധിയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇവർ ളുഹർ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എല്ലാവരെയും നോക്കി ആരെയാണ് ഇവരെ കൂടെ ഗവർണറായിട്ട് അയക്കേണ്ടതെന്ന് നോക്കിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇങ്ങനെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്നു നബി എന്നെ വേഗം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ് അവരുടെ നേതാവായിട്ട് അയച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ മുബാഹല കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ആയത്തുകളാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم. ഇതിൽ പറയണത് എന്താ വെച്ചാൽ ഈ പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥ സംഭവം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സത്യം എന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു തരാണ്. ഇന്നഹാദ നിശ്ചയമായും ഇത്, ലഹുവൽ ഖസസുൽ ഹഖ് യഥാർത്ഥ സംഭവം ഇതാണ്. ഖസസ് എന്നുള്ള വാക്ക് ഖിസ്സ എന്നുള്ള വാക്കിൻ്റെ ബഹുവചനാണ്. ഖിസ്സ എന്ന് വെച്ചാൽ കഥ എന്നാണ് അർത്ഥം. ഖിസ്സാക്ക് 2 ബഹുവചനങ്ങളുണ്ട്, ഖസസുനും ഉണ്ട് ഖിസസുനും ഉണ്ട്. അപ്പോൾ ഖസസ് എന്ന് വെച്ചാൽ യഥാർത്ഥ
യഥാർത്ഥമായി നടന്ന സംഭവങ്ങൾ, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി ഇമാജിൻ ചെയ്ത് പറയണ കാര്യമൊന്നുമല്ല. ഖിസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുണപാഠ കഥകളൊക്കെ പറയില്ലേ, ശരിക്കും നടന്ന കാര്യമൊന്നുമല്ല, പക്ഷേ അതിൽ നിന്ന് നല്ല ഗുണപാഠമൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ പറയുന്ന കഥകളാണ് ഖിസസ്. അപ്പോൾ ഖിസ്സ എന്നുള്ളതിൻ്റെ ബഹുവചനം 2 ഉണ്ട്. ഖസസ് ഖുർആനിൽ പറഞ്ഞേക്കണം മുഴുവനും ഖസസാണ്, ശരിക്കും നടന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് വെറുതെ ഊഹിച്ചുണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്, ഇതാണ് യഥാർത്ഥ സംഭവം, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞുതരാണ്. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാ, നിങ്ങൾക്ക് ഒരു ഇലാഹും ഇല്ല അള്ളാഹു അല്ലാതെ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞു. വ ഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹക്കീം, നിശ്ചയമായും അള്ളാഹു അവൻ തന്നെയാണ് പ്രതാപശാലിയും അൽ ഹക്കീം അഗാധജ്ഞനുമായുള്ളവൻ. അപ്പോൾ ഇവിടെ അസീസ് എന്ന് വെച്ചാൽ പ്രതാപശാലി, അതിൻ്റെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യം സ്വന്തമായി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് നടത്തുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം. അത് തീരുമാനിച്ച കാര്യം അത് നടപ്പാക്കും. അതിനിപ്പോൾ നമുക്കാണ് ഇപ്പോൾ ഒരാളെ ആകാശത്തേക്ക് അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പറ്റില്ല അല്ലേ, പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ കാര്യമാണ് അതൊക്കെ. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടും ഇല്ല, തടസ്സവും ഇല്ലാത്ത ഒരാളാണ് എന്നാണ് ഈ പറഞ്ഞത് അൽ അസീസ് കൊണ്ട് ഉദ്ദേശം. അൽ ഹക്കീം അഗാധജ്ഞൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നതും ഏറ്റവും ഉത്തമമായ തീരുമാനം എടുക്കാനും ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ നടപ്പാക്കാനും കഴിയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. ഇനി ഫഇൻ തവല്ലൗ, ഇനി അവർ തിരിഞ്ഞു പോയാൽ ഫഇന്നല്ലാഹ അലീമുൻ, എന്നാൽ നിശ്ചയമായും അള്ളാഹു അറിയുന്നതാണ്. അലീം എന്ന് വെച്ചാൽ എന്താണ്? അറിവുള്ളവൻ എന്നാണ് അർത്ഥം. അറിവ് എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും കൃത്യമായ അറിവ്, തെറ്റായ അറിവല്ല, സത്യമായ അറിവ് ആർക്കാണുള്ളത്? അള്ളാഹുവിന് മാത്രമാണ്. നമുക്കിപ്പോൾ ഒരാളും അലീമാണെന്ന് പറയാൻ പറ്റൂല അല്ലേ, അള്ളാഹു അല്ലാണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചാൽ അയ്യോ അതെനിക്കറിയില്ല, ഇതെനിക്കറിയില്ല എന്നൊക്കെ പറയും പല കാര്യങ്ങളും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹു. അതാണ് അലീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ബിൽ മുഫ്സിദീൻ, ആരെക്കുറിച്ചാണ് അള്ളാഹ്ക്ക് അറിയാമെന്ന് ഇവിടെ പറയണത്? ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ, നാശകാരികളെക്കുറിച്ച് അള്ളാഹുവിനെ അറിയാം. ഈ നാശകാരികൾ മുഫ്സിദ് എന്ന് വെച്ചാൽ ആരാണ്? സത്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്നും തിരിഞ്ഞു കളയുന്ന ആളാണ് അക്രമി അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി, ഇവർ പറയണതൊന്നും ഉറപ്പില്ല അവരുടെ കാര്യത്തിൽ, ഇത് സത്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടും ഇവർ അതിൽ നിന്നും തിരിഞ്ഞു പോണ ആളുകളാണ്. അപ്പം അള്ളാഹു പറയാണ്, അള്ളാഹു ഈ തിരിഞ്ഞു പോണ ആളുകളെ, സത്യം മനസ്സിലാക്കി തിരിഞ്ഞു പോണ ആളുകളെയൊക്കെ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. ഇനി അടുത്ത ഇപ്പം ഇവിടം വരെയാണ് നജ്റാനിൽ നിന്നുള്ള ആളുകളോടുള്ള സംഭാഷണം എന്നാണ് ആ സമയത്ത് അവതരിച്ച ആയത്തുകൾ എന്നാണ് ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയണത്. പക്ഷേ ചില പണ്ഡിതന്മാർ പറയണതല്ല, തുടർന്നുള്ള ആയത്തുകളും ഇതിൻ്റെ ബാക്കി തന്നെയാണെന്നാണ് പറയണത്. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വേദക്കാരെ വിളിച്ചിട്ടാണ് ആയത്തുകൾ പറയണത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്രിസ്ത്യാനികൾ, വേദക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? യഹൂദികളും പെടും ക്രിസ്ത്യാനികളും പെടും അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നജ്റാനിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ സംഘത്തിനോടാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി പറയണത് 2 കൂട്ടരോടും കൂടിയാണെന്നാണ് ഒരു അഭിപ്രായം. ചില പണ്ഡിതന്മാർ പറയണത് അല്ല, ഇവരോട് തന്നെയാണ്, ക്രിസ്ത്യാനികളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് പൊതുവെ വേദക്കാരോടുള്ള ആയത്തുകളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആയത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ഇവരെ വിളിക്കാൻ, ഈ വേദക്കാരെ വിളിച്ചിട്ട് പറയും എന്താണ്, നമ്മളും നിങ്ങളും തമ്മിൽ സമമായ ഒരുപോലെ തത്വത്തിൽ നമ്മൾ ഒരുപോലെ നിൽക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങൾ വായു, ബാക്കി പിണക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഒക്കെ വിശ്വസിക്കണം, ഒരേ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കണം. ഇപ്പം ക്രിസ്തു മതമാണെങ്കിലും പിന്നെ യഹൂദികളാണെങ്കിലും യഹൂദ മതത്തിലാണെങ്കിലും അവർ വിശ്വസിക്കണം ഏകദൈവ വിശ്വാസം, ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിലോട്ട് വരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരേ ഒരു ദൈവമാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല അല്ലേ. അള്ളാഹുവിനെ അല്ലെങ്കിൽ ആ ദൈവത്തിന് നമ്മൾ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞതൊക്കെ അല്ലെങ്കിൽ ആ ദൈവം പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിക്കണം. അതിലേക്ക് നിങ്ങൾ വരൂ. പിന്നെന്താ, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ചില ആളുകളെ റബ്ബുകളാക്കി വെക്കരുത് അള്ളാഹുവിന് പുറമെ. കാരണം ഒരേ ഒരു അള്ളാഹു ആണുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അള്ളാഹു അല്ലാണ്ട് വേറെ ആളുകളെ റബ്ബുകളാക്കി വെക്കരുത് എന്നാണ് ഈ ആയത്തിൽ പറയണത്. ഈ റബ്ബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ന് മാത്രമല്ല അർത്ഥം. റബ്ബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയണ കാര്യം, ഇയാൾ ഇനി എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ റബ്ബാക്കി വെക്കുക എന്നാണ്. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു ഭർത്താവ് പറയണ എല്ലാ കാര്യവും ഭാര്യ കേൾക്കാൻ, ഇനി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്ന് പറഞ്ഞാൽ അത് ഭർത്താവ് ആയിരിക്കൂല, അത് റബ്ബായി മാറുകയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ അതിനെ സമ്മതിക്കരുത്. അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മളുടെ തീരുമാനങ്ങളെല്ലാം ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെ
സംബന്ധിച്ച് അവരുടെ പുരോഹിതന്മാർ എന്തു പറഞ്ഞാലും ഇവരതിനെ അനുസരിക്കുന്നു. അതാണ് അവരുടെ നിയമമാക്കി, മതത്തിലെ നിയമമായി ഇവർ കാണുന്നത്. അതാണ് ഈ അടുത്ത ആയത്തിൽ പറയണേ കേട്ടോ. നമുക്ക് ആയത്തൊന്ന് നോക്കാം. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, കുൽ നീ പറയുക, യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, തആലൗ നിങ്ങൾ വരുവിൻ. എങ്ങോട്ടാണ് വരാൻ പറയണത്? ഇലാ കലിമത്തിൻ ഒരു വാക്കിലേക്ക്, സവാഇം ബൈനനാ വ ബൈനക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ സമമായ ഒരു വാക്കിലേക്ക്. അതേതാണ്? ഒരേ ഒരു ഇലാഹേ ഉള്ളൂ എന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരൂ. ആദ്യം നമുക്കത് ചെയ്യാം, എന്നിട്ടല്ലേ പിന്നെ ബാക്കി യോജിക്കാത്ത കാര്യത്തിൽ. ആദ്യം നമ്മൾ യോജിക്കണ കാര്യത്തിലേക്ക് നിങ്ങൾ വരൂ. എന്തെന്നാണ് യോജിക്കണ കാര്യം എന്നാണ് പറഞ്ഞത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാൻ പാടില്ല എന്ന്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറബിക് ബൈബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ വചനം എങ്ങനെയാണ്? ഫിൽ ബദ്ഇ ഖലഖല്ലാഹു സമാവാതി വൽ അർള്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഈ പറഞ്ഞത്. അവിടെ ദൈവത്തിനെ പറഞ്ഞ വാക്കെന്താണ്? ഖലഖല്ലാഹു എന്നാണ്. ഫിൽ ബദ്ഇ ഖലഖല്ലാഹു സമാവാതി വൽ അർള് എന്നാണ് അറബി ബൈബിളിലെ ആദ്യത്തെ വചനം. അപ്പോൾ അള്ളാഹു എന്ന് പറയണത് ഇലാഹിനെ, ദൈവത്തെക്കുറിച്ച് പറയണ. അറബികളായാലും ക്രിസ്ത്യാനികളായാലും യഹൂദരായാലും അള്ളാഹു എന്ന് പറയണത് ദൈവത്തിനെ തന്നെയാണ്. അപ്പോൾ ഇവർ ഇവിടെ പറഞ്ഞെന്താ? അള്ളാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമമായ വാക്കിലേക്ക് നിങ്ങൾ വരൂ. വലാ നുശ്രിക ബിഹി, അവനോട് പങ്കു ചേർക്കാൻ പാടില്ല. ഒന്നിനെയും പങ്കു ചേർക്കരുത്, അല്ലേ? അള്ളാഹു ആണ് ഇലാഹാവുമ്പോൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. വലാ നുശ്രിക ബിഹി ഷൈഅ, യാതൊന്നിനെയും അവനോട് പങ്കു ചേർക്കരുത്. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ, അവിടെയാണ് ഈ ക്രിസ്ത്യാനികളോടും ഉള്ള ഒരു സംസാരം പറഞ്ഞത്. വലാ യത്തഖിദ, നിങ്ങളാക്കരുത് എന്ത്? ബഅ്ലൻ നിങ്ങളിൽ ചിലരാക്കരുത്. എന്തിനെ? ബഅ്ലൻ ചിലരെ. അർബാബൻ റബ്ബുകളാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിനെ മാത്രമല്ല പറയാ, ഒരാൾ പറയണ കാര്യം മുഴുവനും അയാൾ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കുന്നു പറഞ്ഞാൽ അത് റബ്ബായി. അപ്പോൾ സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇവര് തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി തീർത്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദീയ് ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് ഈ ആയത്തിനെ കുറിച്ച് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങൾ അവരെ ആരാധിച്ചു വരുന്നൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുവദനീയമാക്കി തരികയും ചിലതിനെ അവർ നിഷിദ്ധമാക്കി തരികയും ചെയ്തു, അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലേ? അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, അതെ, അത് ശരിയാണ്. ഈ പുരോഹിതന്മാർ പറയണ ഹലാലാണെന്ന് പറയണ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അപ്പോൾ അവരാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് സത്യമാണ്, അവർ പറയണത് ഞങ്ങൾ അനുസരിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം റബ്ബാക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അള്ളാഹു ക്ഷണിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? ഇവർക്ക് ഈ 3 അടിസ്ഥാന തത്വങ്ങളും ഈ യഹൂദികളായാലും ക്രിസ്ത്യാനികളായാലും വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ബാധ്യസ്ഥരാണ്, അല്ലേ? അള്ളാഹു അല്ലാതെ വേറൊരു ആരാധനയില്ല, ഏകദൈവ ആരാധന. അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. നിങ്ങളിൽ ചിലരെ റബ്ബുകളാക്കി വെക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈജിപ്തിലെയും പേർഷ്യയിലെയും റോമയിലെയൊക്കെ ചക്രവർത്തിമാർക്ക് കത്തുകൾ അയച്ച് ക്ഷണിക്കാറുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് അതിൽ ഉദ്ധരിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ റബ്ബ് എന്നുള്ള ഒരു വാക്കിനെ കുറിച്ച് പറയുമ്പോഴേ, ഫിരൗൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറയാറുണ്ട്, അല്ലേ? ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഫിരൗൻ എല്ലാവരും ആരാധിക്കണം എന്നൊന്നല്ല. ഫിരൗൻ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ അവിടെ വേറെ ഉണ്ടായിരുന്നു. ഫിരൗൻ പറഞ്ഞ കാര്യങ്ങൾ ഫിരൗൻ പറയും ആരെ നിങ്ങൾ ആരാധിക്കണം എന്ന്. അപ്പോൾ എന്ത് കാര്യം ഫിരൗൻ പറഞ്ഞാലും അതിലപ്പുറം വേറെ വാക്കില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണം, ഈ റബ്ബ് എന്ന് ഉദ്ദേശിക്കണത്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. നമ്മൾ വേറെ ആര് പറയണ ഒരു വാക്കിനെയും, അള്ളാഹുവിൻ്റെ വാക്കിനെ വിട്ടിട്ട് വേറെ ആര് പറയണതിനെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. അതാണ് അവരെ റബ്ബാക്കി വെക്കരുത് എന്ന് പറയണതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് നമ്മളിപ്പോൾ അവരെ ആരാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത്.
പിന്നെ ഈ രാജാക്കന്മാർക്കൊക്കെ കത്തയക്കുമ്പോൾ ഈ ആയത്ത് വെക്കാനുള്ള കാരണം എന്താ? കാരണം ഈ രാജാക്കന്മാരും ഇവിടുത്തെ മെയിൻ ആൾക്കാർ വന്നാലാണ് അവരുടെ പ്രജകൾ ഇതിലോട്ട് വരുള്ളൂ അല്ലെ. അപ്പം ഇവരെയാണ് ക്ഷണിക്കണം. അപ്പം ഇവർ വന്നില്ലെങ്കിൽ ഈ ബാക്കിയുള്ള പ്രജകൾ വരാത്തതിൻ്റെ കൂടെ എന്താണ് ശിക്ഷ ആർക്കുള്ളതാണ്? ഇവർക്കുള്ളതാണ്. ഇനിയിപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള ആ സമുദായം മൊത്തം ഇസ്ലാമിലോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും എന്നൊക്കെയാണ് ഈ ആയത്ത് ഇവരെ ഉദ്ധരിക്കാൻ കാരണം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരെ ക്ഷണിക്കാനുള്ള ഒരു കാരണം കൂടി. പിന്നെ അടുത്ത ആയത്തിൽ പറയണത് എന്താ വെച്ചാൽ ഈ വേദക്കാർ, അത് ജൂതന്മാരായാലും ക്രിസ്ത്യാനികളായാലും പറയണത് എന്താണ്? ഇബ്രാഹീമിനെ പറ്റിയിട്ട്, ഇബ്രാഹിം അലൈഹി സ്വലാം ഞങ്ങളുടെ ആളാണെന്നാണ് ഈ രണ്ട് കൂട്ടരും പറയണത്. നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചു അല്ലേ. അപ്പോൾ അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കണ കാലത്ത് ഈ തൗറാത്തും ഇഞ്ചീലൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ശേഷമല്ലേ ഈ തൗറാത്തും ഇഞ്ചീലൊക്കെ അവതരിച്ചിട്ടുള്ളൂ. ഈ തൗറാത്ത് പിൻപറ്റണ ആളാണ് ആര്? യഹൂദി എന്ന് പറയണതും ഇഞ്ചീൽ പിൻപറ്റണ ആളാണ് ക്രിസ്ത്യാനി എന്ന് പറയണത്. അപ്പോൾ ഇതിനു മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? മൂസാ നബി വരണേലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നത്. ആ കാര്യമാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയണത്. ആയത്ത് നോക്കാം. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്ത് വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ. യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, ലിമ എന്തിനാണ്, തുഹാജൂന, നമ്മൾ ഹാജ കുറേ പ്രാവശ്യം പഠിച്ച വാക്കാണല്ലേ. ന്യായവാദം നടത്തുക, നമ്മൾ ഓരോ തെളിവ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കണേനാണ് ഈ പറയണത്. ഞങ്ങളുടെയാണ് നിങ്ങളുടെയാണെന്നൊക്കെ പറയണില്ലേ, അങ്ങനെ വാദിക്കണേനെ. ലിമ തുഹാജൂന, നിങ്ങൾ എന്തിനാണ് ഈ ന്യായവാദം നടത്തുന്നത്? എന്തിൻ്റെ കാര്യത്തിലാണ് ന്യായവാദം നടത്തണതെന്നാണ് ഇനി പറയണത്. ഫി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി. അപ്പോൾ അള്ളാഹു പറഞ്ഞുതരാണ്, വമാ ഉൻസിലത്തി തൗറാത്ത് ഇറക്കപ്പെട്ടിട്ടില്ല, വൽ ഇഞ്ചീലും ഇറക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ മിൻ ബഅദി, അദ്ദേഹത്തിന് ശേഷമല്ലാതെ. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമാണ് ഈ ഇഞ്ചീലും തൗറാത്തും ഇറക്കപ്പെട്ടത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? അക്കലാന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക എന്നാണ് അർത്ഥം. നിങ്ങളിത് ചിന്തിക്കണില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കണം. ഈ യഹൂദ മതം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ്, രണ്ട് മക്കളുണ്ട് അല്ലേ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബിയും. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ യാക്കൂബ് നബിക്ക് 12 മക്കളാണല്ലോ. ആ 12 മക്കളുടെ സന്താന പരമ്പരകളാണ് ഇസ്രായേലിൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ 12 മക്കളിൽ ഒരു മോൻ്റെ പേരാണ് യഹൂദ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഉണ്ടായ മതമാണ് ഈ യഹൂദ ഗോത്രം. അതെന്നുണ്ടായി? മൂസാ നബി അലൈഹി സ്വലാമിക്ക് ശേഷം തൗറാത്തൊക്കെ അവതരിച്ച് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷമാണ് യഹൂദ മതം ഉണ്ടാവണത്. ഈ യഹൂദ എന്ന് പറയുന്ന ഒരു ഗോത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. കാരണം ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മോനാണ് യഹൂദ. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളുടെ ഒരു ഗോത്രമാണ് യഹൂദ ഗോത്രം. അങ്ങനെ യഹൂദ ഗോത്രം ആദ്യം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് യഹൂദ രാജ്യം ഉണ്ടായി. അതിൽ നിന്ന് പിന്നീട് ഇവർ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം പല മാറ്റത്തിരുത്തലുകളൊക്കെ തൗറാത്തിൽ വരുത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു മതമാണ് യഹൂദ മതം. അപ്പോൾ ഈ യഹൂദ മതത്തിൽ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടായി? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏത് കാലത്താണ് ജീവിച്ചിരുന്നത്? ഇവരേലുമൊക്കെ എത്രയോ കൊല്ലങ്ങൾ മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളിത് ചിന്തിക്കണില്ലേ? അതുപോലെ തന്നെയാണ് ഇഞ്ചീലും. ഈസാ നബി അലൈഹി സ്വലാമിന് അവതരിച്ച വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ. അതിനെ ഈസാ നബിക്ക് ശേഷം ഇവർ കുറേ മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തി. ഒരുപാട് ഗ്രന്ഥങ്ങളാണ് അല്ലേ, ഇഞ്ചീലുകളാണ്. സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സുവിശേഷങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം അങ്ങനെ പലതരത്തിലും ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് പല രീതിയിലുള്ള ഇഞ്ചീലുകളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം സ്ഥാപിതമായ മതമാണ് ക്രിസ്തു മതം. അപ്പം എങ്ങനെയാണ് ഇബ്രാഹിം നബി, എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെ ഒരു ക്രിസ്ത്യാനിയാവും? നിങ്ങൾ ചിന്തിക്കണില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. അടുത്ത ആയത്തിലും അള്ളാഹു ഇവരെ കുറിച്ച് തന്നെയാണ് ഈ പറയണത്. വേദക്കാരോട് പറയണത്, നിങ്ങൾക്ക് അറിയണ കാര്യത്തിൽ തന്നെ നിങ്ങൾ തർക്കിക്കുകയാണ് അല്ലേ. എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ അറിവില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് തർക്കിക്കണം? അറിയണ കാര്യത്തിലോ നിങ്ങൾ തർക്കിക്കണം. ഏതാണ് ഈ അറിയണ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ നമുക്കറിയാം, അവർക്കറിയാം. വേറൊരാളെയും പങ്കു ചേർക്കരുതെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ എന്താണ് തർക്കിക്കുകയാണ്. പല പല ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവരുടേതായ ഒരു നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ അറിയാത്ത കാര്യത്തിന് എന്തിനാണ് ഈ തർക്കിക്കണത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹു എല്ലാം വ്യക്തമായി അറിയുന്നു, പക്ഷെ എന്നാൽ നിങ്ങൾ അറിയുന്നില്ല എന്നാണ് പറയണത്.
അപ്പോൾ അടുത്ത ആയത്ത് ഇങ്ങനെയാണ്, ഹാ അൻതും, ഹാ ഹേ, അൻതും നിങ്ങൾ, ഹാ ഉലായി നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാൾക്കാരാണ്. എങ്ങനത്തെയാണ്? ഹാജജത്തും നിങ്ങൾ ന്യായവാദം നടത്തുകയാണ്, ഫീമാലക്കും യാതൊരു കാര്യത്തിൽ, ലക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി, ബിഹി അതിനെപ്പറ്റി, ഇൽമുൻ അറിവുണ്ട്, അറിവുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണ്. ഫ എന്നിട്ട് ലിമ വൈ എന്തിന്, ഫലിമ എന്നാൽ എന്തിന്, തുഹാജൂന നിങ്ങൾ ന്യായവാദം നടത്തുന്നു, ഫീമ ലൈസലക്കും ബിഹി ഇൽമ നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു കാര്യത്തിൽ, നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ തർക്കിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കണം. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമുൻ അള്ളാഹു യഅലമു അള്ളാഹു അറിയുന്നു, വ അൻതും നിങ്ങളാകട്ടെ ലാ തഅലമു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കണേന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദി ആയിരുന്നില്ല, ക്രിസ്ത്യാനി ആയിരുന്നില്ല, മുഷ്രിക്കുകളിൽപ്പെട്ട ആളും ആയിരുന്നില്ല, ഈ അറബികളിൽപ്പെട്ട ആളും ആയിരുന്നില്ല. അദ്ദേഹം ആരായിരുന്നു? ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസത്യത്തിൽ നിന്നൊക്കെ തെന്നി മാറി സത്യത്തിലേക്ക് വന്ന ഒരാളായിരുന്നു അദ്ദേഹം. മുസ്ലിം ആയിരുന്നു എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തന്നത്. ആയത്ത് നോക്കാം. മാ കാന ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരുന്നില്ല യഹൂദി ആയിരുന്നില്ല, വലാ നസ്രാനിയൻ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി, നസ്രയത്തുകാരനാണ് അല്ലേ. മറിയം അലൈഹി ഇസ്ലാമിൻ്റെ നാടാണ് നസ്രത്ത് അല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള ആളായതുകൊണ്ട് നസ്രാണികൾ എന്ന് പറയണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നസ്രാണിയുമല്ല. വലാക്കിൻ പക്ഷേ ആരായിരുന്നു? വലാക്കിൻ കാന മറിച്ച് അദ്ദേഹമായിരുന്നു ഹനീഫൻ ഋജുമാനസനായ ഒരാളായിരുന്നു. അതായത് അസത്യത്തിൽ നിന്നൊക്കെ തെറ്റി സത്യത്തിലേക്ക് വന്ന ഒരാളാണ്. മുസ്ലിമായ ആളാണ്. വമാ കാന ആയിരുന്നുമില്ല മിനൽ മുഷ്രിക്കുകളിൽപ്പെട്ട ആളുമല്ല. ഇവിടെ ഹനീഫ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ചാഞ്ഞവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹനഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം ഋജുമാനസ് എന്നൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ് ആയിട്ട് പറയണത്. അപ്പോൾ അത് പറയണമെന്ന് വെച്ചാൽ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരായിരുന്നു? ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച ഒരു വിഗ്രഹ വ്യാപാരിയുടെ, അല്ലെങ്കിൽ അവിടുത്തെ നമ്രൂദിൻ്റെ കൊട്ടാരത്തിലെ ഉന്നത പുരോഹിതനായ ആസറിൻ്റെ മകനാണ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ ശരിക്കും പാരമ്പര്യപ്രകാരം ആരായിരിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം? ഈ വാപ്പാൻ്റെ അതേ പാത പിന്തുടർന്ന് വരാണെങ്കിൽ ഒരു വിഗ്രഹ വ്യാപാരി ആവണം, അല്ലെങ്കിൽ ഈ നമ്രൂദിൻ്റെ കൊട്ടാരത്തിലെ ഒരു പുരോഹിതനാണ്, അടുത്ത തലമുറയിലെ പുരോഹിതനാണ് ആവേണ്ടത്. പക്ഷേ ആ സത്യത്തിൽ നിന്നും തെറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെറുപ്പത്തിലേ തന്നെ വാപ്പാനോട് ചോദിക്കുന്നുണ്ട്, ഈ മിണ്ടാത്ത വിഗ്രഹങ്ങളോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ അന്നേ ചോദിച്ചിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ നിന്നേ തെറ്റി സത്യത്തിലോട്ട് വന്ന ഒരാളാണ്. അതാണ് ഹനഫ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ പിന്നെ പറഞ്ഞു, അപ്പോൾ മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? വിഗ്രഹാരാധകനാണ് അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹാരാധകനായിരുന്നെങ്കിൽ ഒരിക്കലും കഅബ ഉണ്ടാക്കൂല അല്ലേ. അപ്പോൾ ഇതൊന്നും അല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണെന്ന് കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു തരാണ്. ഈ നജ്റാനിൽ നിന്നും വന്ന ക്രിസ്തീയ സംഘം വന്ന അവസരത്തിൽ ഈ യഹൂദികളും ക്രിസ്ത്യാനികളും ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വിഷയത്തിൽ തർക്കവും വിവാദവും ഒക്കെ നടത്തിയതായി മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണതെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ആരാന്നാണ് പറയണത്. ആരാണ്? കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച പാത പിന്തുടർന്നവരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ. ഈ നബിയും ഇദ്ദേഹത്തിനെ വിശ്വസിച്ച ആളുകളുമാകുന്നു. ഈ നബി എന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ അനുയായികളുമാകുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവൻ. അള്ളാഹു ആകട്ടെ സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയുമാകുന്നു എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ ആയത്ത് നോക്കാം. ഇന്ന ഔലന്നാസി, ഔല അല്ലെങ്കിൽ വലിയ എന്നൊക്കെ പറയണത് ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ ഏറ്റവും രക്ഷാധികാരി എന്നൊക്കെ അർത്ഥം. ഇവിടെ ഔല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ബന്ധു എന്ന്, ബന്ധപ്പെട്ടവനാണ്. ഇന്ന ഔലന്നാസി മനുഷ്യരിൽ ഏറ്റവും അടുപ്പമുള്ളത് ആരാണ്? ആരോട്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് മനുഷ്യരിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ആരാണ്? ലല്ലദീന യാതൊരു കൂട്ടർക്കാണ്, ഇത്തബഊഹു അദ്ദേഹത്തെ പിൻപറ്റിയവർക്കാണ്, വഹാദൻ നബിയു ഈ നബിയും ഈ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്, വല്ലദീന ആമനു അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളും. അള്ളാഹു ആകട്ടെ വലിയുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു അള്ളാഹു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വീകരിച്ചു വന്ന മാർഗങ്ങളൊക്കെ പിൻപറ്റി തുടർന്ന് വന്ന ആളുകൾ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അടുപ്പവും ബന്ധവും ഉള്ളവർ. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്.
അടുത്ത ആയത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ വേദക്കാർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ മുസ്ലിങ്ങളെ, അള്ളാഹുവിന് കീഴ്പ്പെട്ട ആളുകളെ ഇതിൽ നിന്നൊന്ന് തെറ്റിച്ച് കളയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അവരതിനു വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് ലോകാവസാനം വരെ അത് നടത്തും എന്നാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവണം കേട്ടോ. പക്ഷേ എന്നിട്ട് അള്ളാഹു പറയണം, അവർക്ക് ആഗ്രഹം അങ്ങനെയൊക്കെയാണ്, അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരെ തന്നെയാണ് വഴിപിഴപ്പിക്കണത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ വദ്ദ എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു, മോഹിച്ചു എന്നൊക്കെയാണ്. ത്വാഇഫത്തുൻ ഒരു വിഭാഗം ആളുകൾ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്നുമുള്ള ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു. എന്ത്? ലൗ എങ്കിൽ, യുളില്ലൂനക്കും അവർ നിങ്ങളെ വഴിപിഴപ്പിച്ചിരുന്നുവെങ്കിൽ, ഈ വിശ്വസിച്ച ആളുകളെ വഴിപിഴപ്പിക്കാൻ അവർക്ക് പറ്റിയിരുന്നുവെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നു. വമായുളില്ലൂന അവർ വഴിപിഴപ്പിക്കുന്നുമില്ല, ഇല്ല അംഫുസഹും അവരെ തന്നെയല്ലാതെ, തങ്ങളെ തന്നെയല്ലാതെ അവർ വഴിപിഴപ്പിക്കുന്നില്ല. വമായഷ് ഉറൂൻ അവർ ഗ്രഹിക്കുന്നുമില്ല, അവർക്കത് മനസ്സിലാവണമില്ല, അവരെ തന്നെയാണ് വഴിതെറ്റിക്കണതെന്ന് അവർക്ക് മനസ്സിലാവണമില്ല എന്നാണ് ഈ ആയത്ത് പറയണത്. അടുത്ത ആയത്തിലും അള്ളാഹു വേദക്കാരെ വിളിച്ചിട്ട് തന്നെയാണ് പറയണത്, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കളവാക്കുന്നത്? നിങ്ങൾ എന്തിനാണ്? നിങ്ങൾ ഇതിനൊക്കെ സാക്ഷികളാണല്ലോ എന്നാണ് പറയണത്. പറയാൻ കാരണം എന്താ? ഇവരുടെ വേദഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ, വരാൻ പോണ പ്രവാചകന് ഇന്ന അടയാളങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് അവർക്കറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യത്തെ വഹി കിട്ടിയ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പോകുന്നുണ്ട്. എവിടേക്ക്? വർഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞ ക്രിസ്തീയ പണ്ഡിതൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, താങ്കളൊരു റസൂലാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർക്ക് അത്രയും നന്നായിട്ട് അറിയാം പ്രവാചകൻ്റെ രൂപം, പിന്നെ അനാഥനായിരിക്കും, അങ്ങനെ കുറേ തെളിവുകൾ അവരുടെ വേദഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവരെന്തേ ഈ പ്രവാചകനിൽ അവിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ, അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുള്ള ആയത്തുകളെ എന്തുകൊണ്ട് അവർ അവിശ്വസിക്കുന്നു? ഇവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാൻതും തഷ്ഹുദു എന്നാണ് പറഞ്ഞത്, നിങ്ങളാകട്ടെ സാക്ഷ്യം വഹിക്കുന്നവരാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാചകനെ, എന്നിട്ടും എന്താണ് അവർ ഇതിൽ നിന്നും അവിശ്വസിക്കുന്നത് എന്നാണ് അടുത്ത ആയത്ത്. യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരെ, ലിമ എന്തിനാണ്, തക്ഫുറൂന നിങ്ങൾ വ്യാജമാക്കുന്നത് അല്ലെങ്കിൽ അവിശ്വസിക്കുന്നത്, ബി ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ, വഅൻതും തഷ്ഹദു നിങ്ങളാകട്ടെ അത് സാക്ഷ്യം വഹിക്കുന്നവരുമാണ് എന്നാണ് ഈ ആയത്തിൽ പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സംഭവം എന്തായിരുന്നു? മുബാഹലേനെ കുറിച്ചായിരുന്നു അല്ലേ. മുബാഹല നടത്തിയ വിഷയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 1989 മെയ് 28 ഖാദിയാനികൾ ആദ്യമായി മുബാഹലയ്ക്ക് മുസ്ലിം സമുദായത്തെ വെല്ലുവിളിച്ചു. അങ്ങനെ ഒരു മുബാഹല നടന്നു എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായിരുന്നു അവരുടെ ആവശ്യം? മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞ ആള് റസൂലാണെന്നായിരുന്നു അവരുടെ വാദം. അപ്പോൾ അത് അംഗീകരിക്കാത്തത് കൊണ്ട് അതിനു വേണ്ടി ഇങ്ങനൊരു മുബാഹല നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക ചരിത്രത്തിൽ ആകെ നടന്ന ഒരു മുബാഹല, അറിയപ്പെടുന്ന ഒരു മുബാഹല അതാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ വന്നില്ല, മുബാഹലയ്ക്ക് ക്ഷണിച്ചിട്ട് അവർ വന്നില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇതുവരെ വിവരിച്ച് തന്ന കാര്യങ്ങളൊക്കെയാണ് സത്യം, അള്ളാഹു അല്ലാണ്ട് മറ്റൊരു ഇലാഹില്ല എന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഈ തിരിഞ്ഞു കളയണവരെ മുഫ്സിദുകളെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വേദക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു കാര്യത്തിലേക്ക്, നമ്മൾ ഒരുമിച്ച് അംഗീകരിക്കുന്ന ഒരു തത്വത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു? അള്ളാഹുവിനെ അല്ലാണ്ട് ആരാധിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല, നിങ്ങൾ ആരെയും റബ്ബുകളായി സ്വീകരിക്കരുത്, നിങ്ങൾ പരസ്പരം റബ്ബുകളായി സ്വീകരിക്കരുത്. ഇതൊക്കെയായിരുന്നു അള്ളാഹു പറഞ്ഞ ആ 3 കാര്യങ്ങൾ. പക്ഷേ അവരെന്ത് ചെയ്തു? അവർ വന്നില്ല. അപ്പം നമ്മളോട് പറയാൻ പറഞ്ഞു, നിങ്ങൾ വന്നില്ലെങ്കിൽ ഫഖൂലു ഷ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, അവരോട് നിങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായിരിക്കുന്നു, ഞങ്ങൾ ഈ തത്വങ്ങളൊക്കെ അംഗീകരിക്കുന്നവരാകുന്നു എന്ന് പറയാൻ പറഞ്ഞു അല്ലേ. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഈ തർക്കിക്കണത്? നിങ്ങൾക്ക് ഈ ഇഞ്ചീലോ തൗറാത്തോ ഒക്കെ ഇറങ്ങണേലും എത്രയോ മുമ്പാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന് ശേഷമാണ് ഇതൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണില്ലേ?
പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിൽ എന്തായി അറിയാവുന്ന കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ അതിൽ തർക്കിക്കുകയാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ അറിയാത്ത കാര്യത്തിൻ്റെ മേലിലും പിന്നെ എന്തിനാണ് ഈ തർക്കിക്കാൻ പോണത് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദിയല്ല നസ്രാണിയും അല്ല. പക്ഷേ അദ്ദേഹം ആരാണ്? യഹൂദിയല്ല നസ്രാണിയല്ല മുശ്രിക്കും അല്ല. പക്ഷേ അദ്ദേഹം ഋജുമാനസനായ അള്ളാഹുവിന് കീഴ്പ്പെട്ട ഏറ്റവും നല്ല ഒരു അടിമയാണ്, അല്ലേ, മുസ്ലിമായ ഒരു അടിമയാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ ആരാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത പിന്തുടരുന്നത്, അവരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ എന്ന് പറഞ്ഞു തന്നു. ഇനി ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വസിച്ച ആളുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത പിന്തുടരുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ ഈ അവിശ്വാസികളുടെ അല്ലെങ്കിൽ വേദക്കാരുടെ ഒരു ആഗ്രഹം ഇതാണ്, നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് വഴിപിഴപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അവരറിയണില്ല അവർ തന്നെയാണ് വഴിതെറ്റിപ്പോണത് എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞെന്താണ്, നിങ്ങൾക്ക് കൃത്യമായി അള്ളാഹു ആയത്തുകളൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട്, നിങ്ങളതൊക്കെ സാക്ഷിയാണ്, ഈ പറയുന്ന ആയത്തുകൾക്കൊക്കെ സാക്ഷിയായിട്ടും നിങ്ങൾ എന്തേ അതിൽ അവിശ്വസിക്കുന്നു എന്നാണ് അള്ളാഹു ചോദിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് നമുക്കപ്പോൾ ഇവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.